അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ടേസ്റ്റി ഫലൂദയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫലൂദയാണ്. ഇത് മാംഗോ ഫലൂദയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പം മാംഗോ സീസണാണ്, നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അത്യാവശ്യം പഴുത്ത ഒരു വലിയ മാങ്ങ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് പാലും 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് കുറച്ച് റോസ് സിറപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്കൊന്ന് 2 ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലാണെന്ന് ഫലൂദ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡ് പോർഷനിലൊക്കെ ഇതൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഏറ്റവും ചുവട്ടിലായിട്ട് നമുക്ക് 1 ടീസ്പൂൺ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതാണ് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഒഴിക്കുന്നത്. ഇനി അടുത്ത ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കസ്കസ് ഞാനിവിടെ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി 1 ടീസ്പൂൺ വീതം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ഗ്ലാസിൻ്റെ അളവനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ ഓരോന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കസ്കസാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ രണ്ടിലും ഒരേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ചേർത്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ കുറച്ചിവിടെ വെർമസെല്ലി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. രണ്ടിലും ഒരേപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ റോസ് സിറപ്പ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ റോസ് സിറപ്പ് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഫലൂദയിൽ ഇതില്ലെങ്കിൽ നമുക്ക് ഫലൂദ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമുക്കില്ലെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ കുറച്ച് ഉണക്കമുന്തിരിങ്ങയും എടുത്തിട്ടുണ്ട്. കുറച്ച് മാംഗോയുടെ ക്യൂബ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയോ നട്ട്സോ എന്തുണ്ടെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മാംഗോ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീമാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് മാംഗോയുടെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ല വാനിലയുടെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് മാംഗോ അടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാംഗോ ക്യൂബ്സ് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് റോസ് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമല്ലോ.